എല്ലാവർക്കും വന്ദനം. ക്രിസ്മസിൻ്റെ തിരക്കിൻ്റെ നടുവിൽ അവധിക്കാലത്ത് കുഞ്ഞുകുട്ടികളോടും മാതാപിതാക്കളോടുകൂടെ സന്തോഷിക്കുവാൻ പല രാജ്യത്തു നിന്നും നാട്ടിലേക്ക് വന്നവരെയെല്ലാം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നു. പല രാജ്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് മാതാപിതാക്കൾ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ആഘോഷിക്കുന്നവരുണ്ട്. സന്തോഷിക്ക്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഡിസംബറിലാണോ യേശു ജനിച്ചത്? അതിനെതിരെ ഒരു പ്രസംഗം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഡിസംബറിലല്ല യേശു ജനിച്ചത്. യേശു ജനിച്ചത് വേറൊരു മാസമാണ്, ഏതെങ്കിലും ഒരു മാസമാണ്. ഇതിൻ്റെ പേരിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഏതായാലും ഒരു നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല മഞ്ഞുള്ള സമയത്ത് ഈ ലൈറ്റൊക്കെ കൂടി ഇടുമ്പോൾ ആ ലൈറ്റ് എല്ലാം കൂടി ഇങ്ങനെ മങ്ങി ഒരു വെളിച്ചത്തിൽ ആ മഞ്ഞത്ത് കാണുന്നത് ഒരു രസമല്ലേ? നിങ്ങൾ ഈ ചൂടെടുക്കുമ്പോൾ വേർത്തൊലിക്കുന്ന വേറൊരു മാസം കൊണ്ടുപോയി മെയ് മാസത്തിൽ കൊണ്ടുവന്ന് എന്തിനാണ് ക്രിസ്മസ് വെക്കുന്നത്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റൊക്കെ ഇടണ്ടേ? ഏതായാലും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നേ. അതിനെതിരെ മൂലഭാഷയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഒരു നല്ല കാര്യത്തിന് പോലും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് ദൈവസഭകളിൽ ഉണ്ടല്ലോ. അതെല്ലാം അങ്ങോട്ട് കള. ഇപ്പോൾ എൻ്റെ വളർത്തമ്മ, ഞാൻ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ആ വളർത്തമ്മയുടെ ജന്മദിനം, അവർക്ക് 7 മക്കളാണ് അമ്മയ്ക്ക്. എന്നെയും കൂടി കൂട്ടി 8 മക്കളെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ആ അമ്മയുടെ ജന്മദിനം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ അമ്മ പറഞ്ഞെന്നാ പറയുന്നത്, ആ വീട്ടിലാണെന്ന് പ്രസവിക്കുന്ന സമയത്ത് കിഴക്ക് വശത്ത് ഓലമടൽ വീണ അന്നാണെന്ന്. കിഴക്ക് വശത്ത് തെങ്ങിൽ നിന്നൊരു ഓലമടൽ വീണു, അതാണ് ജനിച്ച ഡേറ്റ്. പഴയ ആൾക്കാരുടെ കാര്യമല്ലേ. പിന്നെ ഞങ്ങളെല്ലാം കൂടി എന്ത് ചെയ്തു, ഒരു ഡേറ്റ് അങ്ങോട്ട് ഇട്ടു. ആ ഡേറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു. നമ്മുടെ സ്വന്തം അമ്മമാർക്ക്, പഴമക്കാർക്ക് ജനിച്ച ഡേറ്റോ വല്ല കാലമോ ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഡേറ്റ് ഇട്ട് ആഘോഷിച്ചില്ലേ? അതൊരു സ്നേഹത്തിൻ്റെ ഒരു അടയാളമല്ലേ? 8 മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം കാണിക്കാൻ ആ ജന്മദിനത്തെ ആഘോഷമാക്കിയതാണ്. എന്തൊരു സന്തോഷമാണ്. അപ്പം ഇതുപോലെയൊക്കെ കൂട്ടിയാൽ മതി. ഇതിനെ ഭയങ്കര അങ്ങനെയല്ല, ഡിസംബർ 25 ഡിസംബർ 27 വെറുതെ വഴക്കുണ്ടാക്കാതെ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഡിസംബർ 27 നിങ്ങൾ 25 നടത്തിയ ശേഷം നിങ്ങൾ കുടുംബമായിട്ട് 27 കൂടി നടത്തും. ഇനി ജൂൺ മാസം മഴക്കാലത്താണോ യേശു ജനിച്ചത്? നല്ല കാര്യം. 3 വിദ്വാൻമാർ കൊടയായിട്ടൊക്കെ വരുന്നത്, അങ്ങനെ അങ്ങോട്ട് ഭാവന കണ്ട് അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കുക. ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ട് ആഘോഷിച്ചെന്ന് കരുതി യേശു ജനിച്ചതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കല്ലേ, ഇതിൻ്റെ പേരിൽ കള്ളും കുടിക്കല്ലേ, ഇതിൻ്റെ പേരിൽ മതവിദ്വേഷങ്ങൾ ഉണ്ടാക്കല്ലേ. ഇതൊരാഘോഷമായി, ആനന്ദമായി യേശു ജനിച്ചു. ആർക്കു വേണ്ടി ജനിച്ചു? എനിക്ക് വേണ്ടി ജനിച്ചു എന്ന് മനസ്സിലാക്കണം. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയെ സ്വർഗമാക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ഭൂമിയിലേക്ക് വന്നു. ആ ഒരു ഓർമ്മയെ ഏതെങ്കിലും ഡേറ്റ് ഇട്ട് നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചൊരു ഭാഗമുണ്ട്. 1-ാം അധ്യായത്തിൽ മറിയയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു. അങ്ങനെ വന്ദനം ചൊല്ലി, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, അവൻ വലിയവനാകും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല, ഇതെല്ലാം അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും, ഇതെല്ലാം പറഞ്ഞു. അതാണ് 33-ാം വാക്യം വരെയുള്ളത്. 34 മറിയ ദൂതനോട്, ഞാനൊരു പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. മറിയ ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. ഒരു ചോദ്യം മറിയ വിശ്വസിച്ചതല്ല. കാരണം ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ, ഒരു പുരുഷൻ, അവരൊരുമിച്ച് വിവാഹം കഴിക്കുന്നു. അവർക്ക് മക്കളുണ്ടാകാനുള്ള സംവിധാനം ദൈവം ചെയ്തിട്ടുണ്ട്. എന്നാൽ മറിയ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു അർത്ഥമുണ്ട്. കാരണം ഞാനൊരു പുരുഷനെ അറിയാതെ എങ്ങനെ ഒരു കുഞ്ഞ് പറക്കും? അതവൾക്ക് അറിയണം. ചില സംശയങ്ങൾ ബൈബിളിൽ നിന്ന് നിവാരണം വരുത്തണം. എന്നാൽ സക്കറിയാവ് ചോദിച്ചത്, ഞാൻ വൃദ്ധനും
എൻ്റെ ഭാര്യ വയസ്സു ചെന്നവളുമാണ്, എങ്ങനെ സംഭവിക്കും? അവിടെ ഗബ്രിയേൽ മാലാഖ ചൂടാകുന്നുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. തക്ക സമയത്ത് നിവർത്തിയാകുന്ന ആലോചന നീ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അത് നടക്കൂലെന്നല്ല, ഇത് സംഭവിക്കും വരെ നീ ഊമനായി പാർക്കണം. വെറുതെ നെഗറ്റീവ് പറഞ്ഞ് ആ എലിസബത്തിൻ്റെ ഉള്ള വിശ്വാസം പോലും നീ കളയരുത്. കുറേ കാലമായില്ലേ, ദേവാലയത്തിൽ വരും, വലിയ പരിപാടി ചെയ്യും, വീട്ടിൽ പോയിട്ട് നെഗറ്റീവ് പറയുമല്ലോ. ആ പരിപാടി വേണ്ട. നീ നെഗറ്റീവിൻ്റെ ആളാ. ഈ കുഞ്ഞ് ജനിക്കും വരെ നീ വാ തുറക്കണ്ട. നീ വാ തുറന്നാൽ വിശ്വാസത്തിൻ്റെ വാക്കല്ല വരുന്നത്. അതുകൊണ്ടാണ് ദൂതൻ അവൻ്റെ വാ അടച്ചു കളഞ്ഞു. എന്നാൽ മറിയയുടെ വാ അടച്ചു കളഞ്ഞോ? ഇല്ല. ഞാൻ എങ്ങനെ അറിയും? എനിക്കൊരു പുരുഷനെ അറിയില്ല, ഒരു പുരുഷനുമായി എനിക്ക് ബന്ധമില്ല, ഇതെങ്ങനെ നടക്കും? ന്യായമായ ചോദ്യമാണ്. ബൈബിളിൽ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചവരുണ്ട്. അബ്രഹാം ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ശിഷ്യന്മാർ എപ്പോഴും ചോദ്യമായിരുന്നു, കർത്താവേ അതെനിക്ക് മനസ്സിലായില്ല, എങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാം? ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരുകയാണ്. അവിശ്വാസത്തിൻ്റെ വാക്കല്ല അത്. സംശയങ്ങൾ ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മൾ മറുപടി ക്ഷമയോടെ പറയില്ലേ? ഞാനിന്ന് ദുഃഖിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നോ രണ്ടോ പറയും, ബാക്കി എനിക്ക് ദേഷ്യം വരും. ഇന്ന് ഓർക്കുകയാണ്, അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വിവേകവും ദൈവിക നിറവും ജ്ഞാനവുമുള്ള കുഞ്ഞുങ്ങളായി തീരുമായിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ വിദേശികളായിട്ടുള്ളവർ സായിപ്പന്മാർ അവരുടെ കുഞ്ഞുങ്ങളോട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവനും മറുപടി പറയും, സഹിഷ്ണുതയോടെ പറയും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓടിക്കും. അതുകൊണ്ട് അവർക്ക് തെറ്റായ അറിവാണ് കിട്ടുന്നത്. ശരിയായ അറിവ് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ പോയത് ഞാൻ ഏറ്റുപറയുന്നു. പുതിയ ദമ്പതികളോട് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി പറഞ്ഞു കൊടുക്കണം, സഹിഷ്ണുതയോടെ. അപ്പോൾ മറിയ ചോദിക്കുകയാണ്, എങ്ങനെ അറിയും? ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിനും യേശു മറുപടി പറഞ്ഞു. ഇതുപോലെ മറിയ ചോദിച്ചു, ഇതെങ്ങനെ അറിയും? അപ്പോൾ അതിന് 34 വാക്യം, മറിയ ദൂതനോട്, ഞാനൊരു പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ഇതെങ്ങനെ നടക്കുമെന്ന് ഭാരപ്പെടണ്ട. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പാഴുശൂന്യമായ ഭൂമിയെ മനോഹരമാക്കിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവപുത്രൻ ജനിക്കാനിടയായിത്തീരും. അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ഇടത്ത് വലിയ കാര്യങ്ങൾ ജനിക്കും. വചനം പിറക്കുവാൻ, മനുഷ്യനായി പിറക്കുവാൻ ഇതാ പരിശുദ്ധാത്മാവ്, അത്യുന്നതന്റെ ശക്തി ഒരു വ്യക്തിയിലേക്ക് നിഴലിടുകയാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് നിന്നെ മൂടുമ്പോൾ നിന്നിൽ ചിലത് ജനിക്കും. കർത്താവിൻ്റെ ജ്ഞാനവും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കൃപയും എല്ലാം നമ്മിൽ ജനിക്കും. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, കർത്താവ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിഴലിട്ടാൽ മതി. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, യേശുവേ, അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ എന്നെയും ഈ ഭൂമിയിൽ നടത്തണമേ. അങ്ങ് ഈ ഭൂമിയിൽ സഞ്ചരിക്കുവാൻ കാരണം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എന്നിൽ വാസ്തവമായിട്ടും ഒന്ന് പരിവർത്തിക്കണമേ. ഇന്ന് ദൈവസഭകളിൽ പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരാണ് എന്നുള്ളത് വളരെ സങ്കടമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രം പോരാ എന്നാണ് എൻ്റെ വാക്ക്. എഫെസോസിലുള്ള 12
ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടപ്പോൾ പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവരെ പിന്നീട് സ്നാനത്തിലേക്കും വചനത്തിലേക്കൊക്കെ നയിച്ചിട്ട് കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവർ പ്രവചിച്ചു, അന്യഭാഷ പറഞ്ഞു എന്ന്. അപ്പം അന്യഭാഷ പറയുന്ന മാത്രമല്ല, പ്രവചിക്കണം, വലിയ ശുശ്രൂഷകൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് വരുന്നത് വെറും 2 വാക്ക് അന്യഭാഷ പറഞ്ഞിട്ട് പഴയതുപോലെ ജീവിക്കാനല്ല, അടിമുടി പുതിയതായി തീരാനാണ്, അനുഗ്രഹിക്കപ്പെടാനാണ്, മാനിക്കപ്പെടാനാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. 36-ാമത്തെ വാക്യം, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. നിന്റെ ചാർച്ചക്കാരി, നിന്റെ കുടുംബക്കാരി, അവളും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൽ ഗർഭം ധരിച്ചിരിക്കുകയാണ്. 2 പേരെയും പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വാഗ്ദത്തം, ഗബ്രിയേൽ മാലാഖ ഒരു സന്ദേശം അതിനു മുമ്പ് കൊണ്ടുവന്നു. സക്കറിയാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, എലിസബത്ത് ഗർഭം ധരിച്ചു. മറിയയുടെ അടുക്കൽ കൊണ്ടുവന്നു, മറിയ ഗർഭം ധരിച്ചു. 2 പേരെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകൾ നടക്കുകയാണ്. എലിസബത്തിന് വേണ്ടി സക്കറിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്നപ്പോൾ താൻ സംശയിച്ചിട്ടും ദൂതൻ ഇട്ടേച്ചു പോയില്ല. എടാ, ഇതിനേക്കാൾ നല്ല വേറെ ആളെ തപ്പാം. ഇല്ല സക്കറിയാവേ, നീയും നിന്റെ ഭാര്യയും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പകരം വേറെ ആരുമില്ല. അവിശ്വസിച്ചെങ്കിൽ അത് സംഭവിക്കും വരെ വായടക്കും, എന്നാൽ നിങ്ങളെ മാറ്റുകയില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ പ്ലാനിലുള്ള നിങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്ലാനുകൾ മാറ്റുകയില്ല. നിങ്ങൾ അവിശ്വസിച്ചാൽ പോലും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയോടെ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കും. ഇതാ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരിക്ക് 6 മാസമായി. അവൾ മച്ചി എന്ന് പറഞ്ഞ് നടന്നതാണ്, എന്നാൽ 6-ാം മാസം. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക്, അവൾ അവളെക്കുറിച്ച് തന്നെ അത് പറഞ്ഞു, അവൾക്ക് 6-ാം മാസം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെ മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിനെ മാറ്റി തിരുത്തി പറയേണ്ടി വരും. യെശയ്യാവ് 54 പറയുന്ന പോലെ, പ്രസവിക്കാത്ത മച്ചിയെ ആർത്തുഘോഷിക്കുക, മക്കളുള്ളവരെക്കാൾ ഏകാഗ്നിക്ക് മക്കളുണ്ടാകുമെന്ന്. മച്ചി എന്ന് പറയുന്നവരുടെ തലമുറ മക്കളുണ്ടെന്ന് പറഞ്ഞവരെക്കാൾ കൂടുതലാകുന്ന ഒരു സീസൺ വരുമെന്ന് യെശയ്യാവ് 54 പറയുകയാണ്. ഇതുപോലെ നമ്മൾ നമ്മെക്കുറിച്ച് പറഞ്ഞത് തിരുത്തേണ്ടി വരും. പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങിയാൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ മുറിയിൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ ആനന്ദമുണ്ടാക്കുന്ന, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, ആനന്ദം കൊണ്ട് നിറക്കുന്ന ചില സന്ദേശങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ദൈവദൂതന്മാർ കൊണ്ടുവരാൻ പോവുകയാണ്. പല വിടുതലുകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നിങ്ങൾ ഒത്തിരി നന്മകൾ കാണും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ പറഞ്ഞ ദൂത് പോലെ തന്നെ അവിശ്വസിച്ചാലും വാ അടപ്പിച്ചു വെച്ച് തലമുറയെ കൊടുത്തതുപോലെ അത്യുന്നതന്റെ ശക്തി നിറച്ച് തലമുറയെ ഉൽപ്പാദിപ്പിച്ചതുപോലെ തലമുറകളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞതെല്ലാം തുറക്കട്ടെ. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ കർത്താവിന് മഹത്വമുള്ള ഒരു തലമുറ അവരുടെ കൈകളിലിരിക്കട്ടെ. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന. വലിയൊരു അത്ഭുതം അങ്ങ് ചെയ്യണമേ. അതുപോലെ വലിയ സന്തോഷവും വലിയ ആഘോഷങ്ങളും ഇത് കേൾക്കുന്ന വീടുകളിൽ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വൈദ്യശാസ്ത്രം കൈവിട്ടതെല്ലാം അത്ഭുതമായി അത്യുന്നതന്റെ ശക്തിയാൽ വിടുതലായി മാറട്ടെ.
യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. വലിയ പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും പുതിയതാ. യേശുവിൻ സ്വന്തം, യേശുവിൻ സ്വന്തം. ഹല്ലേലൂയ. എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോ, കണ്ടാലും സർവ്വം പുതിയതാ. എനിക്കു പാട്ടും പ്രശംസയും